ഹലോ, നമ്മുടെ സമൂഹം എപ്പോഴും ആശ്രയിക്കുന്ന നമ്മുടെ സ്വന്തം കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് ഇപ്പോൾ ഞാനുള്ളത്. മെഡിക്കൽ കോളേജ് സംഘടിപ്പിച്ച സേഫ് ഹോസ്പിറ്റൽ സേഫ് ക്യാമ്പസ് എന്ന ലക്ഷ്യത്തോടെ ശുചീകരണ പ്രവർത്തനത്തിൻ്റെ ഉദ്ഘാടനമാണ് ഇത്. TDRFും മറ്റു സന്നദ്ധ പ്രവർത്തകരും ചേർന്നാണ് ഈ പരിപാടി നടത്തുന്നത്. ഇവിടെ നിന്ന് ഓരോ ടീമിനെയും അതാത് സെക്ഷനാക്കി തിരിക്കുകയാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. ഈ ചടങ്ങിൽ വിശിഷ്ട അതിഥികളായ കൗൺസിലറും MLA തോട്ടത്തിൽ രവീന്ദ്രൻ സാറും പങ്കെടുത്തിട്ടുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ശുചീകരണവുമായി ബന്ധപ്പെട്ട് 15ഓളം സംഘടനകളാണ് നിരവധി പേരുടെ ഒരു വലിയ പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഒരുപാട് ശുചിത്വം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുന്നുള്ളൊരു വസ്തുതയാണ്. എത്രയൊക്കെ അഭിനന്ദിച്ചാലും മതിയാവില്ല. നമുക്കതിന് മറ്റ് നിങ്ങളൊക്കെ വിശ്വാസികളാണെന്ന് തോന്നുന്നു അല്ലേ? ഇതൊക്കെ നമ്മളെ പ്രവൃത്തികൾ ഒരാൾ കാണുന്നുണ്ടെന്നാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും ആത്മാർത്ഥമായിട്ട് സമൂഹത്തോടുള്ള ഏറ്റവും വലിയ കടപ്പാടാണ് നമ്മൾ നിർവഹിക്കുന്നത്. മറ്റ് പ്രതിഫലങ്ങളൊന്നും ഉദ്ദേശിച്ചിട്ടല്ല ആരും ഇവിടെ വന്നത്. TDRF ഒക്കെ ഒരു വലിയ ട്രോമ കെയർ, കുറേ കോളേജുകളിലെ കുട്ടികൾ ചെറിയ പ്രായത്തിലെ അവർക്ക് ആ വസ്തുത കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള വലിയൊരു അവസരമാണ് യഥാർത്ഥത്തിൽ ഇതിലൂടെ ലഭിച്ചിട്ടുള്ളത്. അങ്ങേയറ്റത്തെ സന്തോഷമുണ്ട്. നിങ്ങളൊക്കെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. ഈ നല്ല മനസ്സ് എന്തുണ്ടാവട്ടെ എന്ന്. എല്ലാ സംഘടനയും ഓരോരോ സെക്ഷനായി തിരിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ TDRFിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കോർഡിനേഷനാണ്. എല്ലാത്തിനും നേതൃത്വം നൽകാൻ നമ്മുടെ ചീഫ് കോർഡിനേറ്ററായ ഉമർ അലി ശിഹാബ് സാറും ജില്ലാ കോർഡിനേറ്ററായ മടത്തിൽ അസീസ് സാറും നിമിഷ മാഡവും ഉണ്ടായിരുന്നു. TDRF വളണ്ടിയർമാർ വളരെ ആത്മാർത്ഥതയോടു കൂടിയാണ് ഈ പ്രവർത്തനം ചെയ്തത്. ആളുകൾക്ക് ബുദ്ധിമുട്ടായി നിൽക്കുന്ന മരങ്ങളും ചിലകളും എല്ലാം ഇവർ വെട്ടി ഒഴിവാക്കി. തുടക്കം മുതൽ അവസാനം വരെ JCB ടിപ്പർ പ്രവർത്തകർ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അതിനിടയിൽ ഇവർക്ക് പാമ്പിനെയും കിട്ടി. സ്നേക്ക് റെസ്ക്യൂ പ്രവർത്തകരും TDRFിലുണ്ട്. JCB വെച്ച് മണ്ണ് മാന്തുമ്പോഴാണ് ഇതിനെ ലഭിച്ചത്. 116 TDRF വളണ്ടിയേഴ്സ് ഈ പരിപാടിയിൽ ഒത്തുചേർന്നിട്ടുണ്ട്. വളരെ വൃത്തിഹീനമായ സ്ഥലങ്ങളായിരുന്നു കൂടുതലും. ഒരു മടിയും കൂടാതെ ഈ സ്ഥലങ്ങളെല്ലാം വൃത്തിയാക്കിയതിനു ശേഷമാണ് TDRF വളണ്ടിയർമാർ തിരികെ പോയത്.
ഏതൊരു ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിലും ഓടിയെത്തുന്ന നമ്മുടെ സ്വന്തം TDRFിനാവട്ടെ ഇന്നത്തെ സല്യൂട്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്രയുള്ള നമ്മുടെ വീഡിയോ. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെടുകയും തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ TDRFിൻ്റെ ഈ ഒരു സന്നദ്ധമായ ഈ ഒരു പ്രവർത്തനം കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും കമൻറ്റിലൂടെ അറിയിക്കുക. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ വീഡിയോ. ബൈ.